ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് ഒരു ചിക്കൻ കറി വയ്ക്കാൻ പോവാം. അപ്പോൾ എല്ലാവരും സാധാരണ വെക്കുന്ന പോലല്ല, ഒരു പ്രത്യേക രീതിയിൽ. പക്ഷേ ഇതും എല്ലാവർക്കും അറിയാമായിരിക്കും. ഞാൻ ചില സമയങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചിക്കൻ കറി വെക്കുന്നത്. അപ്പം നമുക്ക് ആ ചിക്കൻ കറി വെക്കുന്നത് നോക്കാം. ഞാൻ ചിക്കനൊക്കെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് വെക്കുന്നത് നോക്കാം. ഓക്കെ. നന്നായി കഴുകിയെടുത്ത ആ ചിക്കനിലേക്ക് അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും സ്വല്പം ഉപ്പും ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് ഇളക്കി ഒരു 10-15 മിനിറ്റ് മസാല വേകുന്നിടം വരെ ഇത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് സ്വല്പം എണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അരിഞ്ഞ സവാള, ഒരു സവാള അരിഞ്ഞത്, 2 പച്ചമുളക് അരിഞ്ഞത്, പിന്നെ 2 തണ്ട് കറിവേപ്പില ഇട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പകുതി വഴന്ന് കഴിയുമ്പോൾ ഇതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കിയത് ഇട്ടുകൊടുത്ത് അതും കൂടി കൂട്ടി നന്നായിട്ട് ഇളക്കുക. ഇത് നന്നായിട്ട് വഴുന്നതിന് ശേഷം ഇതിലേക്ക് 3 സവാള വേവിച്ചത് മിക്സിയിലിട്ട് അരച്ചെടുത്തത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി അത് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴേക്ക് ഇതിലേക്ക് 3 തക്കാളി, പുഴുങ്ങിയ തക്കാളിയുടെ തൊലി കളഞ്ഞതിന് ശേഷം അത് മിക്സിയിലിട്ട് അരച്ച് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴുന്നതിന് ശേഷം ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, നേരത്തെ മഞ്ഞൾ സ്വല്പം ചേർത്താണ്, അല്പം മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലയും ഇതിനകത്ത് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം സ്വല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ മുളകൊക്കെ ചേർത്ത് മിക്സ് വെച്ച ചിക്കൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വീണ്ടും അത് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ഇനി വീണ്ടും ഒരു സ്വല്പം ഉപ്പൂടെ വേണം. ഇതിനും കൂടെ ഉപ്പൂടെ ഇട്ട് കൊടുക്കുക. അടപ്പ് വെച്ച് അടച്ച് വേകുന്നിടം വരെ നമുക്ക് നോക്കാം. ഇപ്പോൾ ചിക്കൻ വെന്തിട്ടുണ്ട്, നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഒന്ന് എടുത്ത് സ്വല്പം ചോറൊന്ന് കഴിച്ചു നോക്കാം. അപ്പം ഞാൻ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിക്കുക. ഈ ചിക്കൻ വെച്ച് അപ്പം ചിക്കൻ കറിയുണ്ട്, ക്യാരറ്റ് തോരനുണ്ട്, മത്തി വറുത്തതുണ്ട്, പിന്നെ കാച്ചിമോരുണ്ട്. അപ്പം കാച്ചിമോരോട് ഒഴിച്ചിട്ട് ഒന്ന് കഴിക്കാം. അടിപൊളിയാണ്. അപ്പം ചപ്പാത്തി പൊറോട്ടയൊക്കെ തിന്നാൻ അടിപൊളിയാണ്. അപ്പം അടുത്ത വിശേഷമായി ഞാൻ വരും വരെ എല്ലാവർക്കും നന്ദി പറയുന്നു. ഓക്കെ, താങ്ക് യു.